നമസ്കാരം. പശ്ചിമേഷ്യയെയും ലോകത്തെയും ആകെയും 3 മാസമായി മുൾമുനയിൽ നിർത്തുന്ന ഇറാനിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇറാനുമായി ഏപ്രിൽ 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച യോഗത്തിൽ കരാറിന്റെ യാതൊരു പ്രഖ്യാപനം ഉണ്ടായില്ല. US നാവിക ഉപരോധം ലംഘിച്ച് ഇറാനിലെ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ചരക്ക് കപ്പലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ട അമേരിക്കൻ സൈന്യത്തിന്റെ നടപടി. എന്തായാലും ഗാംബിയൻ പതാക വഹിച്ച് ലിയാൻ സ്റ്റാർ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് ആക്രമണം ഉണ്ടായത് എന്നാണ് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചത്. എന്തായാലും അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന കപ്പലിന്റെ എഞ്ചിൻ റൂമിലാണ് മിസൈൽ വന്ന് പതിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് എന്തുണ്ടായത് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത്. സൈനിക നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് കപ്പലിന് 20-ലധികം തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ലംഘിക്കരുത് എന്ന നിർദ്ദേശങ്ങൾ കപ്പൽ അധികൃതർ ആവർത്തിച്ച് അവഗണിക്കുകയായിരുന്നു. മിസൈൽ ആക്രമണത്തിൽ എഞ്ചിൻ തകരാറിലായതോടെ കപ്പൽ കടലിന്റെ നിശ്ചലമായ അവസ്ഥയിലാണ്. കപ്പൽ നിലവിൽ ഇറാനിലേക്ക് നീങ്ങുന്നില്ലെന്നും എന്നാൽ US സൈന്യം കപ്പലിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല എന്നാണ് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപരോധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഇറാനിലേക്ക് നീങ്ങിയ 6 കപ്പലുകളാണ് US സൈന്യം തടഞ്ഞത്. ഇതിനോടകം തന്നെ ഏകദേശം 116-ലധികം കപ്പലുകളെ മറ്റ് ദിശകളിലേക്ക് വഴിതിരിച്ചു വിട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്നായിരുന്നു ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചതോടെ US ഈ കർശനമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള വെടിനിർത്തൽ കരാർ തുടരുന്നതിനിടയിലാണ് പുതിയ സൈനിക നടപടി ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. വെടിനിർത്തലിന്റെ കാലാവധി നീട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലായിരുന്നു ഉപദേഷ്ടാക്കളുമായുള്ള ചർച്ച നടന്നത്. US മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥയും ഇറാൻ അംഗീകരിച്ചാൽ അവരുമായി പ്രസിഡന്റ് ട്രംപ് കരാറുണ്ടാക്കുമെന്നാണ് പിന്നീട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത്. ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കാൻ വേണ്ടതിലും കൂടുതൽ ആയുധ ശേഖരവും ശേഷിയും USനുണ്ട് എന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സൺ സിംഗപ്പൂരിൽ പറഞ്ഞത്. ഇറാനും USും കരാറിൽ ധാരണയിലെത്തിയെന്നും ട്രംപ് ഒപ്പിട്ടാൽ മാത്രം മതിയെന്നായിരുന്നു അതുവരെ US വൃത്തങ്ങൾ പറഞ്ഞത്. ഹോർമോസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കാൻ പോവുകയാണ് എന്ന് യോഗത്തിന് മുമ്പ് ട്രംപ് നിലപാട് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. കടലിടുക്ക് കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള നടപടി ആരംഭിക്കാമെന്ന് പറഞ്ഞതോടെയാണ് സ്വാഭാവികമായും പ്രതീക്ഷകൾ ഉയർന്നത്. ഉപരോധം പിൻവലിക്കുന്നതിനുള്ള പ്രതിഫലമായി ഇറാൻ ഒരിക്കലും ആണവായുധം നേടാൻ പാടില്ല എന്ന ഉറപ്പ് നൽകണമെന്ന നിബന്ധനയും അമേരിക്ക മുന്നോട്ട് വച്ചിരുന്നു. കൂടാതെ ഹോർമോസ് കടലിടുക്ക് ടോൾ കൂടാതെ അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിന് തുറന്നു കൊടുക്കണമെന്നും സമുദ്രപാതയിൽ നിക്ഷേപിച്ച മൈനുകൾ നീക്കം ചെയ്യണമെന്നും ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടു. അതേസമയം ട്രംപിന്റെ പ്രസ്താവന നേരിന്റെയും നുണയുടെയും മിശ്രിതമാണ് എന്നാണ് ഇറാന്റെ പ്രതികരണം എത്തിയത്. ഈ നിർബന്ധങ്ങളുടെ ഭാഷയോട് ഇറാൻ 47 വർഷം മുമ്പ് തന്നെ ഗുഡ് ബൈ പറഞ്ഞതാണ്. ഇക്കാര്യം ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഹൈ വ്യക്തമാക്കുന്നുണ്ട്. ആശയവിനിമയം തുടരുന്നുണ്ട് എന്നും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വിദേശത്തേക്കുള്ള ഇറാന്റെ $1200 കോടി മരവിപ്പിച്ച ആസ്തികൾ തിരിച്ചു നൽകുന്നതുവരെ അടുത്ത ഘട്ട ചർച്ചയിലേക്ക് ഇറാൻ നീങ്ങില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ഇറാന്റെ നിലപാട്. ഇറാനെതിരെ US പ്രയോഗിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഭാഗമായ $100 കോടി മൂല്യമുള്ള ഇറാനിയൻ ക്രിപ്റ്റോ കറൻസി പിടിച്ചെടുക്കാനാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസ് അവകാശപ്പെടുന്നത്. അപ്പൊ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയുടെ യാതൊരു സമ്മർദ്ദ തന്ത്രവും ഇറാന്റെ അടുക്കൽ ചിലകാകില്ല എന്നാണ്. അതായത് സമ്മർദ്ദങ്ങളിലൊന്നും വീഴാനുള്ള നടപടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല.